സോ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു 2 സ്റ്റോക്ക് സജഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു 2 ആഴ്ച മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റോക്സും ഒരു 10-40% കയറി. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഞാൻ എൻ്റെ സ്ക്രീൻ അപ്പം ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, സ്ക്രീൻ കാണാം വിചാരിക്കുന്നു. സോ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ 3 റെയിൽവേ സ്റ്റോക്സ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെയിൽടെൽ, RVNL ആൻഡ് IRFC. 3 സ്റ്റോക്സും എത്രത്തോളം കയറിയെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഞാനിത് കുറേ പറഞ്ഞ് ചുമ്മാ നമ്മൾ തന്നെ പൊക്കി പറയുന്നില്ല. 3 സ്റ്റോക്സിന് നല്ലൊരു റിട്ടേൺസ് ഇപ്പം തന്നെ തന്നിട്ടുണ്ട്. ലാഭം നോക്കി ആൾക്കാർക്ക് വിൽക്കാൻ ഒക്കെ കുറച്ച് പ്രോഫിറ്റ് എടുക്കാമെന്ന്. കാരണം ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പം സ്റ്റോക്സ് താഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം തന്നെ നമുക്ക് 19% റിട്ടേൺസ് കിട്ടി. നമ്മൾ മെയിനായിട്ട് സിം ട്രേഡിങ്സ് മാത്രം ഈ ചാനലിൽ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആക്ച്വലി ലോങ് ടൈമിലേക്ക് RVNLൊക്കെ സൂപ്പർ സ്റ്റോക്കാണ്. എന്താണെന്ന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സ്റ്റോക്സിനാണ്. ഈ 3 ലോങ് ടൈമിലേക്കും കുഴപ്പമില്ല. സോ എനിവേ പറഞ്ഞിട്ടുള്ളതിന് വെച്ച് ടെക്നിക്കൽ ടാർഗറ്റ്സ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതേപോലെ പറയാൻ പോകുന്നത് 2 സ്റ്റോക്സാണ്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ബിസിനസ്സും കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ഡീപ്പായിട്ട് കിടക്കുന്നില്ല. ജസ്റ്റ് സ്റ്റോക്ക് സജഷൻ മാത്രം നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് വായിച്ച് നോക്കിയാൽ മതി. സ്റ്റാർട്ടിംഗ് pipeline transportation and marketing of petroleum products, exploration, production and marketing of natural gas ആൻഡ് പെട്രോകെമിക്കൽസിൻ്റെ ഒക്കെ ബിസിനസ് നടത്തുന്നതാണ്. ഇപ്പം പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഹൈ പ്രോഫിറ്റ്സ് ഒക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ്സ് ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നല്ലൊരു കമ്പനിയാണ്. അതിൻ്റെ PE റേഷ്യോ ആണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നിലവിൽ നിൽക്കുന്നത്. സോ എല്ലാം ഞാനിതിനെപ്പറ്റി എല്ലാം ഫുൾ നോക്കിയിട്ടുള്ളതാണ്. ഞാനിത് എങ്ങനെയാണ് നോക്കിയതെന്ന് ഞാനിപ്പം പറഞ്ഞ സമയം കളയുന്നില്ല. ഏതായാലും ഇത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്റ്റോക്കാണ്. നമുക്ക് ജസ്റ്റ് ആണ് എൻ്റെ ടെക്നിക്സ് കൂടെ നോക്കാം. നിലവിൽ ഇതിപ്പം നിൽക്കുന്നത് 1368. ഇത് വളരെ താഴൊക്കെ 158 സുഖമായിട്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഈ ഒരു റേഞ്ചെല്ലാം നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് തന്നെയാണ്. ഇതിപ്പം പുതുതായിട്ട് IOC ഭാവിയിൽ മറ്റേ ഗ്രീൻ എനർജി, ഗ്രീൻ ആയിട്ടുള്ള കുറേ സാധനങ്ങളിലൊക്കെ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല ഫ്യൂച്ചറുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ഷോർട്ട് ടൈമിൽ വിത്തിൻ സം ഡേയ്സ് തന്നെ ഒരു 17% റിട്ടേൺസ് എന്താണെങ്കിലും നൽകും. അത് കഴിഞ്ഞിട്ടും ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ. ഇതൊരു ലോങ് ടൈം സ്റ്റോക്കാണ് ആക്ച്വലി. പക്ഷേ ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും നല്ല റിട്ടേൺസ് തരും. കണ്ണും പൂട്ടി ഈ സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണിത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ് IOC ആണ് നമ്മളിപ്പം പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും റിട്ടേൺസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നല്ലൊരു കമ്പനിയാണ്. നല്ല ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് പ്രോഫിറ്റ്സും എല്ലാ കാര്യങ്ങളും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമുക്ക് നോക്കി കാണാം. 2023-2024 വന്നപ്പോൾ ഇത്രയും കൂടി. ബാങ്കിങ് മേലുള്ള ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ ടാർഗറ്റ്സും കൂടെ നമുക്ക് നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഇപ്പം നല്ലൊരു അത്യാവശ്യം ഓൾ ടൈം ഹൈയോടനുബന്ധിച്ചുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ താഴെയൊക്കെ കറക്റ്റ് ഹോൾഡർ പാറ്റേൺ ഫോം ചെയ്തിട്ട് കയറിപ്പോയതാണ് ഈ സ്റ്റോക്കൊക്കെ. അതാണ് ടെക്നിക്കൽ അനാലിസിസ് ഗുണമെന്ന് പറയുന്നത്. ഏതായാലും ഈ സ്റ്റോക്ക് എന്താണേലും വിത്തിൻ സം മന്ത്സിനുള്ളിൽ തന്നെ എന്താണേലും ഈ സ്റ്റോക്ക് ഒരു ഇപ്പോൾ 158 ഇത് ആക്ച്വലി ഒരു 2-3 ദിവസം മുമ്പ് 134-135 റേഞ്ച് നിന്നതായിരുന്നു. ഇപ്പം തന്നെ 5-6% കൂടി ഇരിക്കുകയാണ്. എന്താണേലും ഇതൊരു 10-30%, ഒരു 200 റേഞ്ചിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്തും. സോ നമുക്ക് ഈ 2 സ്റ്റോക്കുകൾ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഈ 2 സ്റ്റോക്കുകൾ നമുക്ക് കണ്ണും പൂട്ടി മേടിക്കാം. നമുക്ക് യാതൊരു ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. കമ്പനിയെക്കുറിച്ച് അനാലിസിസ് ഞാനിവിടെ പറഞ്ഞ സമയം കളയാതിരിക്കുന്നതാണ്. ജസ്റ്റ് സ്റ്റോക്ക് സജഷൻ മാത്രം തരുന്നത്. ഭാവിയിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഈ പറഞ്ഞ സ്റ്റോക്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. സോ ആസ് ഏർലി ആസ് പോസിബിൾ ഈ സ്റ്റോക്സുകൾ മേടിക്കുക. ഫണ്ടമെൻ്റലി വെരി സ്ട്രോങ് സ്റ്റോക്സുകളാണ്. നമുക്കൊന്നും പേടിക്കാതെ. ഇനിയിപ്പോൾ താഴ്ന്നു വന്നത്, ഇതിപ്പോൾ വരുന്നത് നാളെ ഇപ്പം ചിലപ്പോൾ താഴുമായിരിക്കും. താഴുമ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ മേടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ധൈര്യമായിട്ട് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ കാണണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുള്ളൂ.